ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോയുടെ ട്രെയിലർ എപ്പോൾ വരും? ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്, ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അപ്ഡേറ്റുകൾ കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ജെനുവിനായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിനകത്തിൽ എന്നാണ് വരുന്നതെന്ന് വന്നില്ലെങ്കിലും ടർബോയുടെ ട്രെയിലർ ഇതിനോടകം തന്നെ സെൻസറിങ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് ട്രെയിലറിനെ കുറിച്ചുള്ളതായിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ ട്രെയിലർ വരുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഉറപ്പിക്കാം. എന്തായാലും ട്രെയിലറിൻ്റെ കിട്ടിയ ഡീറ്റെയിൽസ് ഇവിടെ ഞാനൊന്ന് അവതരിപ്പിക്കാം. സിനിമയുടെ പേര് ടർബോ. അതിൻ്റെ ട്രെയിലറാണ് സെൻസറിങ്ങിന് പോയിരിക്കുന്നത്. ലാംഗ്വേജ് മലയാളം, സെൻസറിങ് UA ആണ്. സർട്ടിഫൈഡ് ബൈ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് അവിടെയാണ്. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 6 മെയ് 2024. സർട്ടിഫിക്കറ്റ് ലെങ്ത് പറയുന്നത് 2 മിനിറ്റ് 2.14 മിനിറ്റ് എന്ന് പറയാം. നെയിം ഓഫ് ദ പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി ഫിലിം പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് ഇത് തന്നെയായിരുന്നു. ഏതാനും ദിവസങ്ങളായിട്ട് ഓരോ വ്യക്തിയും ഓരോ സിനിമ പ്രേമിയും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ടീസർ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു അപ്ഡേറ്റ് വരാതിരുന്നപ്പോൾ ട്രെയിലറുണ്ട്, പക്ഷേ 20-ാം തീയതി ആയിരിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റാണ് നേരത്തെ ലഭ്യമായത്. ഈ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു, വേറെയൊന്നുമല്ല, അത്രത്തോളം തരംഗമാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രോളുകൾ ഇറങ്ങിയിരുന്നു അതിഗംഭീരമായിട്ട്. വേറെ ഒന്നുമല്ല, ഒരു പ്രൊമോഷനും ഇല്ലാതെ എന്തുകൊണ്ട് മമ്മൂട്ടി കമ്പനി ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ചോദ്യമായി നമ്മളും ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പത്രങ്ങളിലും ഒക്കെ ഇതിൻ്റെ പരസ്യങ്ങൾ വരണം എന്നുള്ള നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് വേണ്ടി നമ്മൾ അത് മാക്സിമം മമ്മൂക്കയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെയും ആ ഒരു കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരികയാണ് 2.14 മിനിറ്റിലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ട്രെയിലർ ഉണ്ടാവാം. നാളത്തെ അനൗൺസ്മെൻറ്റ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. കാരണം സെൻസറിങ് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് സെൻസറിങ് റിപ്പോർട്ട് ലഭ്യമായ സ്ഥിതിക്ക് നാളത്തെ അപ്ഡേറ്റ് അത് തന്നെയായിരിക്കും. എന്തായാലും കാത്തിരിപ്പ് വെറുതെ ആകില്ല. കാരണം അത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കമലഹാസൻ്റെ ഇന്ത്യൻ 2 എന്ന സിനിമയെ പോലും ദൂരെ മാറ്റിക്കൊണ്ട് ഇന്ന് IMDbയിൽ ട്രെൻഡിങ്ങിൽ എത്തിയിരിക്കുന്നു. 2nd പൊസിഷനിൽ നിൽക്കുന്നു മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ എന്ന് പറയാം. ലോകമെമ്പാടും 40 രാജ്യങ്ങളിലാണ് സിനിമ റിലീസിനൊരുങ്ങുന്നതെങ്കിൽ അവിടെയൊക്കെ അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ടിക്കറ്റിംഗ് ബുക്കിംഗ് വരെ എത്തിയിരിക്കുന്നു ആ റേഞ്ചിലേക്ക് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഓടിക്കൂട്ടി അല്ലെങ്കിൽ ഓടിച്ചിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ബുക്കിംഗ് ഉണ്ടോ നോക്കുമ്പോൾ തിയേറ്റർ കാണില്ല, തിയേറ്റർ നോക്കുമ്പോൾ ബുക്കിംഗ് ആ റേഞ്ചിലേക്കല്ല. എല്ലാം വെടിപ്പായി നീറ്റായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബിസിനസ് കാര്യങ്ങൾ. കാരണം മമ്മൂട്ടി കമ്പനി അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. നമുക്കറിയാം, ഇതുവരെ തന്ന സിനിമകളെല്ലാം നമ്മളെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമയാണെങ്കിൽ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഒറ്റ പേര് മമ്മൂട്ടി കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിലറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആരൊക്കെയാണ് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും കമൻസുകൾ തരണം, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്ത് തരണം എന്ന് അവിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.